വെൽക്കം ടു ഓൾ. ഇന്ന് അനലോഗി എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എലമെൻറ്റ്സ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ഇൻഡക്ഷൻ, ഡിഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം വരുന്ന അനലോഗി. ബൈ അനലോഗി വി മീൻ എനി സിമിലാരിറ്റി പെർട്ടിക്കുലർ ടു മെമ്പേഴ്സ് ഓഫ് ദ സെയിം ക്ലാസ്സസ് ഓഫ് തിങ്സ് ഓർ പ്രോസസ്സസ്. അനലോഗി നമ്മുടെ മോഡ് ഓഫ് ഇൻഫറൻസിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമിലർ തന്നെ പക്ഷേ പുതിയതായിട്ടുള്ള ഒരു സന്ദർഭം വരുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് ആയി നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഉപയോഗപ്പെടുത്താം. അതാണ് മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദി പ്രോസസ് ഓഫ് അപ്ലൈയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ഫിനോമിന ടു പ്രിസ്യൂം ടു സീ എ സിമിലർ ഫിനോമിനൻ ഈസ് നോൺ ആസ് അനലോജിക്കൽ ഇൻഫറൻസ്. പഴയ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സിമിലറായിട്ടുള്ള ഒരു ഫിനോമിനൻ അതുമായി സിമിലറായിട്ട് വരുന്ന പുതിയൊരു ഫിനോമിനൻ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ മൈൻഡ് നമ്മളെ സഹായിക്കും ബൈ അനലോഗി. Okay, the recognition of analogy is helpful in apprehending new experiences and suggesting causal relations. ഓക്കെ, എന്തൊരു വസ്തു നമ്മൾ പൊതുവേ കാണുമ്പോഴും നമ്മളിപ്പോൾ ഒന്നും വേണ്ട, ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. നമ്മൾ ചില വ്യക്തികളെ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ മുന്നേ കണ്ട നമ്മുടെ ടീച്ചറായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നെയ്ബറായിട്ടോ ഒക്കെ നമുക്ക് ഒരു ചെറിയൊരു കണക്ഷൻ തോന്നും. ഇല്ലെങ്കിൽ ഇത് അദ്ദേഹമാണോ, എനിക്കൊരു സംശയം തോന്നുന്നു, മുന്നേ കണ്ട ഒരു വ്യക്തിയാണോ എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു സംശയം തോന്നാൻ കാരണം ചില ആസ്പെക്റ്റിൽ നമ്മൾ മുന്നേ കിട്ടിയ നമ്മുടെ എക്സ്പീരിയൻസുമായി ഇതിന് ഇപ്പോൾ കാണുന്ന വ്യക്തിക്ക് ചെറിയ സിമിലാരിറ്റി ഉണ്ടാവും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് തെറ്റാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഒബ്സർവേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അതല്ല ലിമിറ്റഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് വെച്ച് നമ്മൾ അനലോജിക്കൽ ഇൻഫറൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഫെയിലായി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ രണ്ട് കാളും സിമിലർ ആണ് എന്ന് തോന്നാൻ കാരണം ചിലപ്പോൾ അതിൻ്റെ ആ വ്യക്തിയുടെ അപ്പിയറൻസ് കൊണ്ടോ ചില്ലെങ്കിൽ ഭാഷാ ശൈലി കൊണ്ടോ ഒക്കെ ആയിരിക്കാം. പക്ഷേ എല്ലാ കേസിലും അത് സെയിം ആയിക്കോണമെന്നില്ല, വ്യത്യസ്തങ്ങൾ തന്നെ ആയിരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ, ദെൻ ദ അനാലിസിസ് ആൻഡ് സിന്തസിസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു ബ്രേക്ക് ഡൗൺ മെറ്റീരിയൽസ് ഇൻ ടു ഇറ്റ്സ് കോമ്പണൻറ്റ് പാർട്സ് so that its organizational structure may be understood. അനാലിസിസ് എന്ന് പറയുന്നത് ഒരു കോമ്പോണൻറ്റിനെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, ഇൻടു ഇറ്റ്സ് കോമ്പോണൻറ്റ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കോമ്പോണൻറ്റ്സ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? അതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിന്. അതിന് പുറമെ ഇവ തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആണ്, ഓരോ വ്യത്യസ്ത ഭാഗങ്ങളും തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത്. Then the synthesis refers to the ability to put parts together to form a new whole. നേരെ ഓപ്പോസിറ്റ്, അതായത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് പുതിയ ഒരു ന്യൂ മെറ്റീരിയൽ അല്ലെങ്കിൽ ന്യൂ ഹോളാക്കിയിട്ട്, മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഹോളാക്കിയിട്ട്, പുതിയ ഒരു വസ്തുവാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആക്കിയിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കാം. ഇതാണ് സിന്തസിസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെറിയ കുട്ടികൾ, ഒരു 2-3 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കളിപ്പാട്ടം കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യുക അതുകൊണ്ട് കളിക്കുക എന്നുള്ളതല്ല ആദ്യം ചെയ്യുക. അവരതിനെ എടുത്തിട്ട് അതിനെ ഒരു അതിൻ്റെ എവിടെയെങ്കിലും നെട്ടും ബോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് അഴിച്ചു നോക്കും. എന്നിട്ട് അതിൻ്റെ ഓരോ പാർട്സും അതിനെ അഴിച്ചു നോക്കി അതിനൊക്കെ ഒന്ന് നന്നായി മനസ്സിലാക്കി വീണ്ടും അതിനെന്ത് ചെയ്യും, ഒന്ന് തിരിച്ച് പിടിച്ച് ഒക്കെ നോക്കി അതിനെ വീണ്ടും അതേ ഫോമിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കും. ഇതിനെ ഒരു അനാലിസിസ് പ്രോസസ്സായിട്ട് നമുക്ക് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ചില കുട്ടികളെ കാണാം, അവിടെ കിടക്കുന്ന ചെരുപ്പിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ പൊട്ടക്കുപ്പിയുടെ ഭാഗങ്ങളോ ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ പുതിയൊരു വസ്തു, അവർക്ക് കളിക്കാൻ ആവശ്യമുള്ള ഒരു പുതിയ വസ്തു ഉണ്ടാക്കുന്നത് കാണാം. ഇതിനെ സിന്തസിസായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ സയൻറ്റിഫിക് സ്റ്റഡീസിലും നമുക്ക് സിന്തസിസും അനാലിസിസും ഉപയോഗപ്പെടുത്താൻ നമ്മുടെ മൈൻഡ് നമ്മളെ സഹായിക്കും. Okay, the analysis means separating into meaningful parts. Synthesis means putting them together. Okay, in induction
ഒബ്സർവ്ഡ് ഫാക്ട്സ് ആർ അനലൈസ്ഡ് ആൻഡ് ദേ ആർ സിന്തസൈസ്ഡ് ഇൻ ടു ന്യൂ റിലേഷൻഷിപ്പ്. ഇൻഡക്ഷനിൽ ഫസ്റ്റ് അനാലിസിസ് ആണ് നടക്കുന്നത്. ആദ്യം ഒബ്സർവ്ഡ് ഫാക്ട്സിനെ അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ നമ്മൾ സിന്തസൈസ് ചെയ്തിട്ടൊരു ജനറൽ പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ ലോ ഒക്കെ ആക്കി മാറ്റുന്നു, റിലേഷൻഷിപ്പ് കണ്ടെത്തുന്നു. ഇൻ ഡിഡക്ഷൻ ദ analysis a general proposition and synthesis the relevant facts to explain particular cases. ഡിഡക്ഷനിൽ നമ്മൾ ഒരു ജനറൽ പ്രിൻസിപ്പിളിനെ അല്ലെങ്കിൽ ലോനെ നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്തു. ആദ്യം അനലൈസ് ചെയ്ത് അതിൻ്റെ ഓരോ പാർട്ടും ഓരോ കമ്പണൻറ്റും എന്താണെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ മാമൽസ് ഒക്കെ ദെയർ യങ് വൺസ് എന്ന് പറയുമ്പോൾ മാമൽസ് എന്താണ്, യങ് വൺസ് എന്താണ് എന്നെല്ലാം അവർക്ക് ആ മീനിങ് മനസ്സിലാക്കിയെടുത്ത് എന്നിട്ടാണ് അവർ എവിടെ പുതിയ എക്സാമ്പിൾസ് സിന്തസൈസ് ചെയ്യുന്നത്, അതിലേക്ക് വേണ്ടിയിട്ടുള്ള റെലവൻറ്റ് ഫാക്ട്സ് സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ ഹൈപ്പോത്തസിസ്. The word hypothesis derived from a Greek word which is comprised two words, hypo. The one is hypo, under or below. Thesis, placing, reasoned theory or rational viewpoint. Okay, ഈ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് they are the tentative solutions ആണ് അല്ലേ. നമുക്ക് ഉറപ്പിച്ചുള്ള സൊല്യൂഷൻസ് അല്ല, പക്ഷേ ഒരു താൽക്കാലികമായിട്ടുള്ള സൊല്യൂഷൻസ് or assured guess that are formulated and provisionally adopted to explain observed facts or to propose probable solutions, which in turn act as a guide to further investigations. നമ്മൾ ഹൈപ്പോത്തസിസിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞതാണ്. ജസ്റ്റ് ഒരു ഗസ് അല്ല, ഇറ്റ് ഈസ് എൻ എഡ്യൂക്കേറ്റഡ് ഗസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓൾ നമുക്ക് കിട്ടുന്ന ട്രൂത്തിനെ ബേസ് ചെയ്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയുള്ള ട്രൂത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കണ്ടൻറ്റ്, നമ്മുടെ തിയറി പ്രോബ്ലം എന്താണോ അതിനെ ബേസ് ചെയ്തൊരു ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യുക. നമ്മുടെ പുതിയ ഇൻവെസ്റ്റിഗേഷനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഈ ഹൈപ്പോത്തസിസ് വെച്ചിട്ടായിരിക്കണം. അപ്പോൾ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ബയസ്ഡ് ആവാൻ പാടില്ല. കാരണം നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡി തന്നെ തെറ്റിപ്പോവാൻ തെറ്റാൻ കാരണമാകാൻ ഈ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കും. അപ്പോൾ അത് നമ്മൾ വരുത്താതിരിക്കണമെങ്കിൽ വളരെ ക്രിട്ടിക്കലായിട്ട് ബയസ്ഡ് ആവാതെ വളരെ റിവ്യൂസ് കൂടുതൽ നടത്തിയിട്ടായിരിക്കണം നമ്മൾ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഹൈപ്പോത്തസിസ്. A good hypothesis must be based directly on existing data. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ആണ് നമ്മൾ ഹൈപ്പോത്തസിസ് ഒക്കെ സ്റ്റേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എക്സിസ്റ്റിംഗ് ഡാറ്റ അല്ലെങ്കിൽ റിവ്യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രോബ്ലം കട്ടിക്കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യുകയല്ല ചെയ്യുക. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും ട്രൂത്തും കാര്യങ്ങളും എല്ലാം നമ്മൾ അനലൈസ് ചെയ്തു. അതിന് ശേഷമാണ് നമ്മളൊരു ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗുഡ് ഹൈപ്പോത്തസിസ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ഡയറക്ട്ലി എക്സിസ്റ്റിംഗ് ഡാറ്റ. It must have explanatory power, explain existing data in simpler form. അതായത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. നമ്മുടെ എക്സിസ്റ്റിംഗ് ഡാറ്റ ഇന്നതാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ എക്സ്പ്ലനേറ്ററി പവർ ഉണ്ടായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി കൺസിസ്റ്റൻറ്റ് വിത്ത് യൂണിവേഴ്സൽ ലോസ് വിച്ച് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ബിയോണ്ട് ഡൗട്ട്. ഓൾറെഡി പറഞ്ഞതാണ്. It should be testable, that is deduction, conclusion or inference can be drawn on the basis of hypothesis. അതായത് ഇത് നമുക്ക് ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും അതിനെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ടത്. കാരണം അതിൽ നിന്നാണ് നമ്മൾ കൺക്ലൂഷൻസിലേക്ക് അല്ലെങ്കിൽ ഇൻഫറൻസിലേക്ക് ഡിഡക്ഷനിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരുന്നത്. It should be simple, stated clearly and precisely in unambiguous terms. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംശയാസ്പദമായിട്ടുള്ള അല്ലെങ്കിൽ വേഗമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആശയം കൊണ്ടുവരാതെ വളരെ കൃത്യതയോടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എലമെൻറ്റ്സ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്. നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കാം. നമ്മൾ ഇൻഡക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഡക്ഷൻ്റെ കാര്യം പെർട്ടിക്കുലർ ടു ജനറൽ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. ഫ്രാൻസിസ് ബേക്കൺ ആണ് ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഡിഡക്ഷനാണ്. ബൈ അരിസ്റ്റോട്ടിൽ ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു എലമെൻറ്റ് കൊണ്ടുവന്നത് അരിസ്റ്റോട്ടിലാണ്. ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ ജനറൽ ടു സ്പെസിഫിക് ആണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടി റിവൈസ് ചെയ്തതാണ് അല്ലേ. തിയറി ടു കൺഫർമേഷൻ ആണ്.
ഇവിടെ ഡിഡക്റ്റീവ് പ്രോസസ്സിൽ നടക്കുന്നത്. അതുപോലെ തന്നെ മേജർ സിലോജിസംസ് ഉണ്ട് ഇതിന്. ഈ 3 സിലോജിസംസ് പറയുമ്പോൾ മേജർ പ്രിമൈസ്, മൈനർ പ്രിമൈസ്, ദ കൺക്ലൂഷൻ. ഇവിടെ എക്സാമ്പിൾസ് നമ്മൾ നോക്കി കണ്ടതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറൻസ് അല്ലേ, മേജർ ആയിട്ടുള്ള ഡിഫറൻസ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്സ് തമ്മിലുള്ള മേജർ ഡിഫറൻസ് നമ്മൾ നോക്കി. അതേപോലെ തന്നെ അനലോജി എന്നുള്ളൊരു പ്രോസസ്സ്, സിമിലാരിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൈൻഡിൻ്റെ പ്രോസസ്സാണ് അനലോജി. അത് നമ്മളിവിടെ ഇൻഡക്റ്റീവ് ഇൻഫറൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അനാലിസിസ് ആൻഡ് സിന്തസിസും നമ്മൾ എന്താണെന്ന് നോക്കി. അനാലിസിസ് എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മീനിങ് മനസ്സിലാക്കി അതിൻ്റെ ഓർഗനൈസേഷണൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതാണ്. സിന്തസിസ് എന്ന് പറയുമ്പോൾ പുട്ട് പാർട്സ് ടുഗദർ അല്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സിനെ നമ്മൾ ന്യൂ ആയി മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഹോളിലേക്ക് എത്തിക്കുന്നു. ദെൻ ഹൈപ്പോത്തസിസ് ഒരു സ്റ്റഡീനെ ഇങ്ങനെയൊക്കെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് കൂടുതലായി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്, സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ.